പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വചനജാലകം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ 8-ാമത്തെ അധ്യായം പൂർത്തീകരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഇന്ന് 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 33-ാമത്തെ എപ്പിസോഡാണിത്. 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 13 വാക്യങ്ങളിൽ മറുരൂപമലയുടെ അനുഭവമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാൻ, യാക്കോബ്, പത്രോസ് എന്നിവരെയും കൊണ്ട് മറുരൂപമലയിൽ കയറിപ്പോയി. അവിടെ അവരുടെ മുൻപിൽ കർത്താവ് ട്രാൻസ്ഫിഗേർഡ് ആകുന്നത് നമ്മൾക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു വാക്യം ബൈബിൾ പഠിക്കുന്ന പലരെയും ഇത് ചിന്തിക്കുവാനായി പ്രേരിപ്പിക്കുന്നു. എന്തായിരിക്കും ഇത് എന്നുള്ളതിനെക്കുറിച്ച്. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കണം. ഈ 13 വാക്യങ്ങളുടെ ഒരു സമ്മറിയാണ് നമ്മൾ പറയുവാൻ താല്പര്യപ്പെടുന്നത്. ദൈവമക്കൾ ഓർക്കണം, വേർഡ് ടു വേർഡ്, വേഴ്സ് ടു വേഴ്സ് ഒരു സ്റ്റഡി അല്ല വചനജാലകത്തിൽ. അത്യാവശ്യം ഇതിൽ അന്തർലീനമായി കിടക്കുന്ന ദൂതുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരാനാണ് താല്പര്യപ്പെടുന്നത്. ഞങ്ങളുടെ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഭാഗം വായിക്കണം. വായിക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും ഇതിനകത്തെ ആത്മീക സന്ദേശം, ദൂത് നിങ്ങൾക്ക് ബോധ്യമാക്കി തരും. സാജു ബ്രദറെ, പലരും ഈ ഒരു പ്രയോഗം ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് കർത്താവ് പറയുന്നതാണ്. അപ്പം അതെന്തുവാണ്? കാരണം ആ മരണം ആസ്വദിക്കാത്തവർ എന്ന് പറയുമ്പോൾ അതപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഇത് സംബന്ധിച്ച് ഒരുപാട് ധാരണകളുണ്ട്. കർത്താവ് ഇത് വാസ്തവത്തിൽ പ്രൈമറി ആയിട്ട് ഡിസൈപ്പിൾസിനോടാണ് പറയുന്നത്. അപ്പം ചിലർ പറയുന്നത് ഇത് ഈ ട്രാൻസ്ഫിഗറേഷനാണ്, ഇപ്പോൾ ട്രാൻസ്ഫിഗർഡ് ആകാൻ പോകുന്നതാണ്, ഇൻ പവർ ദ കിങ്ഡം വരുന്ന അവർ കാണുമെന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു, നോ, കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്, മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, 40 ദിവസം കഴിഞ്ഞ് അസെൻഷൻ, അതാണ് ഇൻ പവർ. വേറെ ഒരു കൂട്ടർ പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ കാത്തിരുന്നവരുടെ മേൽ ഹോളി സ്പിരിറ്റ് അതിശക്തിയോടെ വന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വാസ്തവത്തിൽ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അത് കാണുവോളം യൂദസ് അതിനു മുമ്പ് കെട്ടിയാന്ന് ചത്തു, പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ദേ സോ ഇറ്റ് ഇൻ പവർ എന്നുള്ളത് നമുക്ക് കാണാൻ. വേറെ ഒരു കൂട്ടർ പറയുന്നു AD 70 ജെറുസലേം ദേവാലയത്തിൻ്റെ ഡിസ്ട്രക്ഷനാണ്. 5-മതൊരു കൂട്ടർ പറയുന്നത് നോ, ദിസ് ഇസ് ടോക്കിംഗ് അബൌട്ട് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഒന്ന് ദൈവദാസൻ ഒന്ന് പറയാമോ? ശരിക്കും ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയാത്ത ചില പാസേജസ് നമുക്ക് അങ്ങനെയുണ്ട്. അതെ, ബൈബിൾ ഡിഫിക്കൽട്ടീസ് എന്ന് പറയും. കൃത്യമായിട്ട് നമുക്ക് പറയാനൊക്കത്തില്ല. പോസിബിളി ഇങ്ങനെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ പറയണം. അതെ, അങ്ങനെ ഒരു പാസേജാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള പല വ്യാഖ്യാനങ്ങൾ, മലയിൽ കർത്താവ് മറുരൂപപ്പെടുന്നതായ അനുഭവത്തെ വെച്ചുകൊണ്ട് പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ അതിനോട് ചേർന്ന് വരുമ്പോഴത്തേക്ക് അത് ചില 6 ദിവസം മാത്രമേ അതിനുശേഷം, ഈ പറഞ്ഞതിന് ശേഷം 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയെന്ന. അപ്പോൾ 6 ദിവസത്തിനകം മരിക്കുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം എക്സ്പ്രസ് ചെയ്യേണ്ടതായ ഒരു ആവശ്യം നമ്മൾ ശരിക്കും അവിടെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മറുരൂപമലയിൽ അതിനെ ഞാൻ പൂർണ്ണമായി തള്ളിക്കളയല്ല, പക്ഷേ അതുവരെ മരണം ആസ്വദിക്കാത്തവർ എന്ന് പറയുന്നത് ആ ഒരു
പ്രത്യേകമായ സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ആയിരുന്നെങ്കിൽ ഈ മരണം ആസ്വദിക്കുന്നതിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. എടുത്തു പറയേണ്ട കാര്യമില്ല. Yeah. യാ പിന്നീടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പും അസെൻഷനും ഉം. അത് ശരിക്കും പവർഫുൾ ഇവന്റ്. പവർഫുൾ ഇവന്റ് ആണ്. എന്ന് തന്നെയല്ല ആ സമയം മുതലാണല്ലോ, അല്ലെങ്കിൽ ആ സമയമോ അല്ലെങ്കിൽ മൂന്നാമത്തെ വ്യാഖ്യാനമാണെങ്കിലും പെന്തിക്കോസ്ത് നാളിലെ ദൈവസഭയുടെ ആഗമനം. ചില ദിവസങ്ങളുടെ എങ്കിലും ഒരു വ്യത്യാസമുണ്ട്, കാലദൈർഘ്യമുണ്ട്. അപ്പോൾ പെന്തിക്കോസ്ത് നാളിൽ ദൈവസഭ സ്ഥാപിതമാകുന്നു, അഥവാ അത് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നു. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ശക്തിയോടുകൂടെ ആ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുള്ളൂ എന്നാണല്ലോ ശരിക്കും കർത്താവ് പറയുന്നത് തന്നെ. അപ്പോൾ ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ വരവും മറ്റുള്ളത് കാണുവോളം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അടുത്ത വാദം ശരിക്കും കാണുന്നത് ഈ പറഞ്ഞതുപോലെ AD 70-ലെ ഡിസ്ട്രക്ഷൻ. അപ്പോൾ അത് പറയുന്ന ആളുകൾ പറയാനുള്ള ഒരു കാരണം, അത് അങ്ങനത്തെ ഒത്തിരി സ്കോളേഴ്സിൽ നല്ലൊരു ശതമാനം ആളുകളും അതിനെ ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരത് പറയാനുള്ള ഒരു കാരണം, അതിനു മുമ്പ് വരെ യഹൂദന്മാരും ദൈവവുമായിട്ടുള്ള ആ റിലേഷനിൽ ദൈവരാജ്യം യഹൂദന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിരുന്നു. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എങ്കിലും യഹൂദ ജനത അവര് ആ ദൈവത്തിൻ്റെ ജനമായിട്ട് അവരെ തന്നെ കരുതുകയും അങ്ങനെ ആ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അവര് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയും അങ്ങനെ ആയിരുന്നു. ഏത് യഹൂദന്മാരുടെ ഒരു രാജ്യം സ്ഥാപിക്കപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും അവർക്കുണ്ടായിരുന്നു. എന്നാൽ AD 70-ലെ 70-ാം ആണ്ടിൽ സംഭവിച്ചതായ യെരുശലേം ടെമ്പിളും യെരുശലേം നഗരത്തിൻ്റെയും ഡിസ്ട്രക്ഷനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത് യഹൂദന്മാർ പല സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെടുകയും പിന്നീട് ഒരു രാജ്യമെന്ന നിലയിൽ യഹൂദന്മാര് പിന്നീട് ഒരുമിച്ച് കൂടുന്ന കാണുന്നില്ല. 1947-ലെ അവരുടെ മടങ്ങിവരവ് വരെയുള്ള കാലഘട്ടത്തിൽ യഹൂദ രാജ്യം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് ദൈവസഭ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്ന നമ്മൾ കാണുന്നത്. അങ്ങനെ ദൈവരാജ്യം ശക്തിയോടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പവർ മാത്രമല്ല, അതിൻ്റെ വ്യാപനത്തെ കൂടെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡ് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിന്റെ ശീഘ്രമായ വളർച്ച ആക്സിൽ നമ്മൾ കാണുന്നത്. അതെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് ഒരു പക്ഷേ എന്ന് ഈ വാദമുഖം പറയുന്ന ആളുകൾ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ദാനിയേലിന്റെ പ്രവചനത്തിലെ ഒരു വേദഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ആളുകൾ ഇതിനെക്കുറിച്ച് ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 13-14 വാക്യങ്ങളിൽ അവിടെ രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവൻ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു എന്ന് ദാനിയേലിന്റെ പ്രവചനത്തിൽ കാണുന്നതായ ഈ ഒരു കാര്യം, അത് യേശു കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് ശേഷം ഭൂമിയിൽ അവൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണെന്ന് ഒരു ഗ്രൂപ്പ് പറയുന്നുണ്ട്. പക്ഷേ അതല്ല, ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം എന്ന നിലയിലും ഇതിനെ കാണുന്നവരായ ആളുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലേതാണെന്നുള്ളത് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും അവസാനത്തെ അതായി നമ്മൾ കണ്ട, അതായത് കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യം എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം അതുവരെ മരണം ആസ്വദിക്കാത്ത ആളുകൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ അല്ലെ പിന്നെ അത് അലിഗോറിക്കലി നമ്മൾ വാദിക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് 2 കാര്യങ്ങളാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. ഒന്ന്, പെന്തിക്കോസ്ത് നാളിൽ ശക്തിയോടുകൂടെ ദൈവ രാജ്യം വ്യാപിച്ച അല്ലെങ്കിൽ ഇറങ്ങി വന്നതായ സന്ദർഭം. അതുവരെ മരണം ആസ്വദിക്കാത്ത ചിലർ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അതല്ലെങ്കിൽ അടുത്ത ഒരു പോസിബിലിറ്റി എന്ന നിലയിൽ പല ആളുകളും പറയുന്നത് ആ AD 70-ലെ കാര്യം. പക്ഷെ നമുക്കിതിന് തീർത്ത ഒരു കാര്യം പറയാനായിട്ട് കഴിയില്ല. പിന്നെ തീർത്ത് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അതൊരു വലിയൊരു ഇഷ്യൂ അല്ല. കാര്യം നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. എന്നിട്ട് ഇതിന് ശേഷമാണ് നമ്മൾ ആ 2-ാം വാക്യം മുതൽ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും
കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ആ. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. ഉം. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി ഉം. യേശുവിനോട് സംഭാഷിച്ചുകൊണ്ടിരുന്നു. ഉം. പത്രോസ് യേശുവിനോട്, റബി, നാം ഇവിടെ ഇരിക്കുന്ന നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. താൻ എന്തു പറയേണ്ടു എന്ന് അവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശരായി തീർന്നു. ഉം. ഈ കുടിലുണ്ടാക്കുക എന്നൊക്കെയുള്ള അതെങ്ങനെയാ നമ്മൾ കാണേണ്ടത്? ഇവിടെ അതിനകത്ത് പ്രസക്തമായ ഒരു കാര്യം, ഒന്നാമത് നമ്മൾ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 പേരെ കൂട്ടിക്കൊണ്ടാണ് കർത്താവ് അങ്ങോട്ട് പോകുന്നതായിട്ട് നമ്മൾ ബാക്കിയുള്ള കാണുന്നത്. ശിഷ്യന്മാരെല്ലാം താഴ്വരയിലുണ്ട്. Yeah. അവരെ തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അപ്പോൾ താഴെ നമ്മൾ കാണുന്നത്, അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഉള്ള 3 പേരെയും സെലസ്റ്റിയൽ ആയിട്ട് 3 പേര്, യേശു, മോശ, ഏലിയാവ്. ഓക്കെ. അപ്പൊ ഈ സെലസ്റ്റിയൽ അതിനെയും എർത്ത്ലി ആയിട്ടുള്ളതിനെയും സംയോജിപ്പിക്കുന്ന ഒരു സംയോജന സ്ഥലം എന്ന നിലയിൽ ഞാൻ അതിനെ കാണാനായിട്ട് അതൊരു that's a good way. യാ. അപ്പൊ ആ ഒരു ഇത് ഇന്നും പ്രസക്തമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് പത്രോസിനും യാക്കോബിനും യോഹന്നാനും മറുരൂപമലയിൽ ആ സെലസ്റ്റിയൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റസി ഉണ്ടായി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് മനുഷ്യരുടെയും സ്വർഗീയരുടെയുമായ ഒരു സംഗമം. പക്ഷെ ഇന്നും നമുക്ക് ഇതുപോലെയുള്ള ആ സ്വർഗീയ സംഗമം നമ്മൾ അനുഭവവേദ്യമാക്കാനായിട്ട് നമുക്ക് കഴിയും. അത് അതിൻ്റെ ആ ഒരു പുറമേ ഉള്ള കാര്യത്തിൽ മാത്രമല്ല ഞാൻ കാണുന്നത്. അതായത് നമ്മളൊരു പക്ഷേ മറുരൂപമലയിൽ കണ്ടതുപോലെ യേശു ഇങ്ങനെ തിളങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെയുള്ള ഒരു അവൻ്റെ വസ്ത്രം തിളങ്ങുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ സെലസ്റ്റിയൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സാധ്യതയില്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. നമുക്കിന്നും അതുപോലെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകണം. കാര്യം നമ്മൾ എന്താണെങ്കിലും സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. അപ്പോൾ ആ സെലസ്റ്റിയൽ ലെവലിലേക്ക് ഇടയ്ക്കെങ്കിലും നമുക്കൊന്ന് കയറി ചെല്ലാൻ കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മൾ വേദോക്തത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്ന, അല്ല, ഈ ദൂതന്മാരെയൊക്കെ കാണുന്നത് ഇതൊക്കെയുള്ള അങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കുമല്ലോ. ഉണ്ടാകാം, ദൂതന്മാരെ കാണുന്ന സെലഷ്യൽ ആ ഒരു അനുഭവമാണല്ലോ. അതെ. പിന്നെ ഇനി അതൊന്നും വേണ്ട, കുറെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? മോശയും പർവ്വതത്തിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ, ഇവിടെ പർവ്വതത്തിലേക്ക്, ഈ പർവ്വതം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ പർവ്വതത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അത് വളരെ കൃത്യമായിട്ട് മോശ കയറി ചെന്നപ്പോൾ അവൻ യഹോവയെ കണ്ടു, യഹോവയുമായിട്ട് സംസാരിച്ചു. 40 ദിവസം ആ ഒരു സംസർഗത്തിലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംസർഗം ഇപ്പം നമ്മളിപ്പം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആർക്കും അലക്കി വെളുപ്പിക്കാൻ വയ്യാത്ത തുണിയുടെ വെളുപ്പ് കാണുന്നതല്ല, അതിലുപരിയായിട്ട് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് വിത്ത് ദ ലോർഡ്. ആ പർവ്വതത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, കർത്താവുമായിട്ടുള്ള ഒരു സംയോഗം, ഒരു സംസർഗം, അത് നമുക്ക് വളരെ അനിവാര്യമാണ്. ഇന്നും നമുക്ക് ആ ദൈവ സംസർഗം, ഒരു സെലസ്റ്റിയൽ എക്സ്പീരിയൻസ്, ഇതുപോലെയുള്ള ഒരു ദർശനമോ ദൂതന്മാരെ കാണുന്നതോ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, നമുക്ക് ആ രീതിയിലുള്ള ഒരു സെലസ്റ്റിയൽ എക്സ്പീരിയൻസ് അനിവാര്യമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇവിടെ ഭയന്നുപോയി. അതെ, അങ്ങനെയാണ് അവര് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് മേഘത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. പിതാവാം ദൈവത്തിന്റെ ശബ്ദമാണ്. സ്നാനപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇവിടെയും ആ നിലയിൽ ഉണ്ടാകുന്നു. പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രം അല്ലാതെ ആരെയും കണ്ടില്ല. അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് പിന്നീട് താഴോട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ഈ സെലസ്റ്റിയൽ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാണ് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് താമസിക്കാമെന്ന്. അതാണ് എൻ്റെ 3 കുടിലുണ്ടാക്കാമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതെ, അതായത് ഈ എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും,
ഇതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം, നമുക്ക് ഇനി താഴോട്ട് പോകണ്ട ഉം. എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. നമുക്ക് എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസസ് വളരെ നല്ലതാണ്. സെലസ്റ്റിയൽ റിലേഷൻഷിപ്പ് വേണം. കർത്താവ് ഒന്നിച്ചുള്ള സഹവാസം അനിവാര്യമാണ്. പക്ഷെ താഴ്വരയെ ഉപേക്ഷിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അതൊരു ഇംബാലൻസ് വരിക. അവിടെ വലിയൊരു ഇംബാലൻസ്മെന്റ് ചില ഉണ്ടാകും. ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. പിന്നെ ദി ഇമ്മീഡിയറ്റ് ആ പ്രസൻസിൽ നിന്ന് അവർ കട്ട് ഓഫ് ആയി പോവുക. ആ. പക്ഷെ ഈ എക്സ്പീരിയൻസുകളെല്ലാം നമ്മുടെ ഇവിടുത്തെ ഈ ഇഹലോകത്തിലെ ആ വാസവും ഇഹലോകത്തിലെ എക്സ്പീരിയൻസുകളെ അവഗണിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അല്ല, Yeah. എക്സ്റ്റസി കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് ഒരു സ്വാഭാവികമായി നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അപ്പോൾ നമ്മളും ദൈവസാന്നിധ്യമൊക്കെ അനുഭവിക്കുമ്പോഴത്തേക്ക് ഇനി ഒന്നും വേണ്ട, ഭൂമിയിലോട്ട് ഇറങ്ങി പോകാതിരിക്കത്തക്ക നിലയിൽ. പക്ഷെ വേറൊരു അല്ല, കാര്യം, അത് ഒരു സെപ്പറേറ്റ് ഒരു ഒരു സമയത്തേക്കുള്ള സമയത്തേക്കുള്ളതാണ്. പക്ഷെ മിഷൻ താഴ്വരയിലാണ്. ആമേൻ. എക്സ്റ്റസി അല്ലെങ്കിൽ സെലസ്റ്റിയൽ എക്സ്പീരിയൻസ് പർവ്വതത്തിലാണെങ്കിൽ മിഷൻ എന്ന് പറയുന്നത് പർവ്വതത്തിലല്ല, മിഷൻ അതെ, എപ്പോഴും താഴ്വരയിലാണ്. അത് മറന്നുള്ള ഒരു എക്സ്റ്റസിയിൽ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ പോലെ ഈ പില്ലാർ സെയിൻസ് എന്നൊക്കെ പറയുന്ന ഒരു അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ആഗ്രഹത്തിൽ ഭൂമിയുമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ലാതെ ചില അന്നത്തെ കാലം മൊണാസ്റ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആ കാലയളവിൽ ചിലർ വലിയ പില്ലർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ താമസിക്കും, ഇറങ്ങി വരത്തില്ല. കാര്യം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് അങ്ങ് പോകുമെന്ന് ഇവരുടെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് പില്ലർ സയൻസ് അവരെ വിളിക്കുന്നത് പോലും, അവരെ വിളിച്ചോണ്ടിരുന്ന പേര് പില്ലർ സയൻസ്. നല്ല ഇന്റൻഷൻസ് ആണെങ്കിലും അതല്ല ദൈവഹിതം. അതെ അതെ. അപ്പം അത് വളരെ ദൈവമക്കൾ അത് ബാലൻസ്ഡ് ആയിട്ട് ചിന്തിക്കണം. കാരണം ഇന്നും ചില ആളുകളോട് സംസാരിക്കുമ്പോഴേ അവരിങ്ങനെ ഒരു എക്സ്റ്റേറ്റിക് എക്സ്പീരിയൻസിൽ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈവൻ അവരുടെ റിലേഷൻഷിപ്സുകളെ വരെ ബാധിക്കുന്നുണ്ട്. അതെ അതെ. ഇപ്പൊ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാൾ അപ്പം കുടുംബത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക, നെയ്ബേഴ്സിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക, അത് ആഗ്രഹം നല്ലതാണ്. പക്ഷേ അത് അങ്ങനെ അല്ല ദൈവം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഫാക്റ്റ് മറിച്ച് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ താമസിക്കുമ്പോൾ തന്നെ ദൈവമായിട്ടുള്ള വ്യക്തിപരമായുള്ള ഊഷ്മള സജീവ ബന്ധത്തിൽ ആയിരിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. ജീസസ് അല്ലേ അതിന് എക്സാമ്പിൾ ജീസസ് തന്നെയാ. മറുരൂപമലയിൽ മാത്രം ഇരിക്കുകയല്ല, ഹി കെയിം ഡൗൺ. താഴ്വരയിലാണല്ലോ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു, മിനിസ്റ്ററിങ് ടു ദ പീപ്പിൾ, അതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം ഈ ഒരു ബാലൻസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഈ കാലയളവിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാലയളവിൽ പല സെയിൻസും ദൈവമായിട്ടുള്ള ആ എക്സ്റ്റസിയിൽ, ഇപ്പം ഉദാഹരണത്തിന് സാധു സുന്ദർ സിംഗ്, അദ്ദേഹമൊക്കെ എന്താണ് ദൈവവുമായിട്ടുള്ള ആ സംസർഗത്തിൽ കഴിഞ്ഞതായ അനേക സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അവര് അതിനകത്ത് മാത്രമായിട്ട് അവർ താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു സ്റ്റേജും കൂടെ ഉണ്ട്. ഞാൻ ഈ മിസ്റ്റിസിസത്തെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് റിസർച്ച് നടത്തിയപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ടേക്ക് ദ കേസ് ഓഫ് സാധു കൊച്ചുകുഞ്ഞ് ഉദ്ദേശിച്ചുള്ള മിസ്റ്റിസിസം, സാധു സുന്ദർ സിംഗിൻ്റെ ഇതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ സാധു സുന്ദർ സിംഗിൻ്റെ മിസ്റ്റിസിസവും ഈ ഒരു പക്ഷേ അതിനെക്കുറിച്ച് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി, മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ അദ്ദേഹം അത് രേഖപ്പെടുത്തി വെക്കുകയും മറ്റും ചെയ്തു. എന്നാൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയും അതേപോലെ തന്നെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹം സമൂഹത്തിൽ നിന്ന് മാറി നിന്നില്ല. ഇടയ്ക്ക് ചിലപ്പോൾ 40 ദിവസം ഉപവസിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തട്ടുമ്പുറത്ത് കൈയുടെ ഇരുന്ന് ഉപവസിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ അതിനെക്കുറിച്ചൊക്കെ കഥകളൊക്കെ ഉണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഹി വാസ് ഓൾവേസ് വിത്ത് ദ പീപ്പിൾ. ജനങ്ങളുടെ കൂടെയായിരുന്നു, ജനങ്ങളുടെ ആവശ്യങ്ങൾ. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിസ്റ്റിക് ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം അനേക അനാഥ കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുന്ന ചിൽഡ്രൻ ഹോംസ് നടത്തി, അനേക സ്ഥലങ്ങളിലെ യാത്ര ചെയ്തു, പാവങ്ങളെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ മുമ്പിൽ എഴുതി ഉണ്ടായിരുന്നു, ഈ വഴി പോകുന്നവർക്കായി ഇവിടെ ഭക്ഷണവും വിശ്രമവും ഒരുക്കിയിരിക്കുന്നു. അതായത് ആർക്കും, ഏത് മതക്കാരനും ആർക്കും വന്ന് ഭക്ഷണം കഴിക്കാവുന്ന, അത് അദ്ദേഹം ധനികനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ആ ധനമെല്ലാം അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് പലപ്പോഴും സാമ്പത്തികമായും ഓരോ ദിവസത്തെയും ഫുഡിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സ്റ്റേജ്. അദ്ദേഹം ജനിച്ചു വളർന്നത് ഒരു ധനിക കുടുംബത്തിലാണെങ്കിൽ പോലും അദ്ദേഹം ദാരിദ്ര്യം തെരഞ്ഞെടുത്തതായ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടാണ്, എന്നാൽ അതേസമയം അദ്ദേഹം മിസ്റ്റിസിസം സൂക്ഷിക്കുകയും ചെയ്തു. ബാലൻസ്ഡ് ആയിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് എന്നെ സാധു കൊച്ചു ചില എല്ലാ പാട്ടുകളും എല്ലാവർക്കും സന്തോഷമാണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ, പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ. ശരിക്കും ഒരു മിസ്റ്റിക്കിന് മാത്രം എഴുതാൻ പറ്റുന്ന വരികളാണത്. അപ്പം മിസ്റ്റിസിസം ഈസ് ഓക്കെ, ആ സെലസ്റ്റിയൽ എക്സ്പീരിയൻസ് ഈസ് ഓക്കെ. പക്ഷേ അതിൽ മാത്രമായി നിൽക്കുകയും സമൂഹത്തെ മൊത്തമായി മറന്നുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കുകയും ചെയ്യുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ കുടിലുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞില്ല, ഇത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതേ സമയത്ത് ഇവരെ ആവശ്യമുള്ള ഒരു സമൂഹം ആ പർവ്വതത്തിന് താഴെ ഉണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു. അത് പിന്നെയും ആ കമാൻഡ്മെന്റ് കാണുന്നു. Don't tell anybody. കാര്യം അതിൻ്റെ അകത്ത് കാര്യമുണ്ട് പാസ്റ്റർ. ഇതിനകത്തൊരു കാര്യം, ഇത് ഒരു വെളിപ്പാടാണ്. അതായത് അവർ കേട്ട ശബ്ദം എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. പാസ്റ്റർ തന്നെ പറഞ്ഞല്ലോ. അതായത് സ്നാനത്തിന്റെ സമയത്തും ഇതേപോലെ തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. സ്നാനത്തിന്റെ സമയത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം നടക്കാൻ പോകുന്നത് ക്രൂശിലെ സ്നാനമാണ്, അഥവാ സഫറിങ്ങിന്റെ ബാപ്റ്റിസമാണ്. അതായത് ഈ പ്രിയപുത്രൻ എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്ന പുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്നാനമേൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് പറയുന്നത്, പിതാവ് എന്നെ ഫലമേൽപ്പിച്ചതായ ദൗത്യം നിർവഹിക്കാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന ഒരു സമർപ്പണമാണ് സ്നാനത്തിൽ നടക്കുന്നത്. അതിൽ ദൈവം പ്രസാദിക്കുന്നു. അനുസരിക്കുന്ന പുത്രനിൽ ദൈവം പ്രസാദിക്കുന്നു. ഇനിയിപ്പോൾ നടക്കുന്നത്, അന്നൊരു തീരുമാനമെടുത്തതാണെങ്കിൽ അത് പ്രായോഗികമാകാൻ പോകുകയാണ് കാൽവറി ക്രൂശിൽ. ആ കാൽവറി ക്രൂശിൽ അത് പ്രായോഗികമാകുന്നതിനുള്ള സമർപ്പണം ഈ മറുരൂപമലയിൽ വെച്ച് യേശു കർത്താവ് എടുക്കുകയാണ്. ആ ഒരു സമർപ്പണം. അപ്പോൾ വീണ്ടും ശബ്ദം കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതായ. അതായത് സ്നാന സമയത്ത് ദൈവം പിതാവ് തന്നെ ഫലമേൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ഉള്ള ബോധ്യം യേശുവിനുണ്ടായി. എന്നാൽ ഇപ്പോൾ അത് പ്രായോഗികമാകാൻ പോകുകയാണ്. ആ പ്രായോഗികമായി ഒരുപക്ഷെ മോശയും ഏലിയാവും എന്താ സംസാരിച്ചെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. എങ്കിലും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നൊരു കാര്യമുണ്ട്. താൻ കടന്നു പോകാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ച് മോശയും ഏലിയാവും അവരൊരുമിച്ചിരുന്ന് ഒരു പേഴ്സണൽ ഡിസ്കഷൻ, അത് ഭാവനയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും അപ്പോഴും ആ പുത്രൻ അനുസരിക്കുകയാണ്. ആ അനുസരണം നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുമ്പോൾ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ പ്രസാദിക്കാനുള്ള കാര്യം. എന്നിട്ട് അങ്ങോട്ട് താഴോട്ട് വരുമ്പോഴാണ് മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുതെന്ന് പറയുന്നത്. അതായത് ഐ ആം ഗോയിങ് ടു ഡൈ. അതായത് മറുരൂപമലയിൽ വെച്ച് യേശു എടുത്ത ആ തീരുമാനം, ക്രൂശിലെ മരണത്തോളം ഞാൻ ആയിരിക്കും എന്ന് പറയുന്ന ആ തീരുമാനം എടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ പറയാണ്, നിങ്ങൾ ഇത് ആരോടും പോയി ഇപ്പം പറയരുത്. കാര്യം എന്താണെന്നറിയാമോ? ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത്. അല്ലാതെ മഹത്വം വെളിപ്പെടുത്തി അങ്ങനെ ഒരു നിലയിൽ അതിനേക്കാൾ ജനങ്ങൾ കാണേണ്ടത് അവൻ്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് എന്നുള്ളതാണ് നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത്. 11-ാമത്തെ വാക്യം, ഏലിയാവ് മുൻപേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ വാദിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യേശു, ഏലിയാവ് മുൻപേ വന്ന് സകലവും യഥാസ്ഥാനത്താക്കുന്നത് സത്യം. എന്നാൽ മനുഷ്യപുത്രനെ കുറിച്ച് അവൻ വളരെ കഷ്ടപ്പെടുകയും ധിക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടി വരും എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെ? ഏലിയാവ് വന്നു, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ അവർ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഏലിയാവ് ആദ്യം വരുമെന്നുള്ള ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ there is going to be an end time, ഒരു എലൈജയുടെ അപ്പിയറൻസ്. അപ്പം അത് അവർ വ്യാഖ്യാനിക്കുന്നത് not a person, spirit will give a prophetic ഒരു മൂവ്മെന്റ് in the church in the end time.
ഉം. ദ സ്പിരിറ്റ് ഓഫ് ലൈജ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. അത് അങ്ങനെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിലും ഉം. ഇവിടെ കർത്താവ് പറയുന്നത് ഏലിയാവ് വന്നു, ഹി ഹാസ് ഓൾറെഡി കം. ഐ സേ ടു യു ദാറ്റ് എലൈജ ഇസ് കം ആൻഡ് ദേ ഹാവ് ഓൾസോ ഡൺ അൺ ടു ഹിം. അപ്പോൾ അത് ശരിക്കും യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ആന്നു ഒരു ആപ്ലിക്കേഷൻ അത് തന്നെയാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യേശു പറയുന്ന കാര്യം, ഇനിയിപ്പോൾ ഓൾറെഡി എലൈജ വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ട ഒരു കാലമില്ല. ഇനിയിപ്പോൾ കർത്താവിൻ്റെ മഹത്വീകരണം, അതായത് ക്രൂശിലൂടെയുള്ള മഹത്വീകരണത്തിനെ ഇനിയിപ്പോൾ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ് എന്ന ഒരർത്ഥത്തിൽ പറയുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ. അതായത് ഇനിയിപ്പം നിങ്ങൾ ഏലിയാവ് വരുന്നതും മറ്റൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഏലിയാവ് ഓൾറെഡി വന്നു കഴിഞ്ഞു, ആ ഒരു കാലം കഴിഞ്ഞു, ആ മനുഷ്യൻ അവർക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു. ഇനിയിപ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണവും മഹത്വീകരണവും, യേശു എപ്പോഴും ക്രൂശീകരണം മഹത്വീകരണം ഒരുമിച്ചാണ് കാണുന്നത്. അപ്പം കർത്താവ് വാസ്തവത്തിൽ ഒരു ഫാക്ട് ഇവിടെ തെളിയിക്കുകയാണ്. എലൈജ എന്ന് പറയുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റിൽ വന്നപ്പോൾ ആ ഫുൾഫിൽമെന്റ് നടന്നു കഴിഞ്ഞു. ഇനി നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇനി മനുഷ്യപുത്രന്റെ ആ ക്രൂശീകരണവും മഹത്വീകരണവും എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല എന്ന നിലയിൽ, അതായത് ആ മഹത്വീകരണം, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ ഇത് പറയരുത്. അതായത് ഇവരോട് പറയാണ്, നിങ്ങൾ മഹത്വത്തെ കണ്ടു, പക്ഷേ ഈ എല്ലാ ദർശനവും എല്ലാവരോടും വിളിച്ചു പറയാനുള്ളതല്ല. അത് ഇന്നും പ്രസക്തമാണ്. കാര്യം ദൈവം പലപ്പോഴും നമുക്ക് വ്യക്തിപരമായി കാണിച്ചു തരുന്ന ദർശനങ്ങൾ അതെല്ലാം ആളുകളോട് വിളിച്ചു പറയണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് ദൈവം ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി തന്നു എന്നിരുന്നേക്കാം. ചിലർ അവർക്ക് കിട്ടിയ വെളിപ്പാടുകളെല്ലാം എന്തെല്ലാം വെളിപ്പാടുകളാണ്, അതിപ്പം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ ഇപ്പം എനിക്ക് സ്വർഗത്തെക്കുറിച്ചൊരു ദർശനം കിട്ടിയെന്ന് വെച്ചു, എനിക്ക് സ്വർഗത്തെക്കുറിച്ചൊരു ദർശനം കിട്ടിയാൽ ഞാനതടിച്ച് പുസ്തകമാക്കാനൊന്നും പാടില്ല. അല്ല, ഇത് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അത് സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല. മനുഷ്യരോട് പറയാൻ ഇല്ലായിരുന്നു. അതാണ് ഉച്ചരിച്ചു കൂടാത്ത, അഥവാ എനിക്ക് പറയാൻ കഴിയാത്തതായ ചില കാര്യങ്ങളെ ഞാൻ കണ്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ എനിക്കത് പറയാൻ അനുവാദമില്ല. പക്ഷെ ഇന്ന് എല്ലാവർക്കും എല്ലാവരും അതിനെക്കുറിച്ച് പറയുക മാത്രമല്ല, ബുക്കുകളുണ്ടാക്കി ഹ്യൂജ് എമൗണ്ട് മണി ആ കാര്യത്തിൽ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഇതിനകത്ത് ഒരു കാര്യം കൃത്യമായിട്ട് കർത്താവ് പറയുന്നത്, എന്നാൽ മനുഷ്യപുത്രനെ കുറിച്ച് അവൻ വളരെ കഷ്ടപ്പെടുകയും ധിഖരിക്കപ്പെടുകയും ചെയ്യേണ്ടി വരും എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏലിയാവ് മുമ്പേ വരേണ്ടതാണ്. പക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങൾ 9-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുത്. അതായത് ക്രൂശുമായി ബന്ധപ്പെട്ട് വേണം എല്ലാ സുവിശേഷീകരണവും എല്ലാ കാര്യങ്ങളും. ക്രൂശിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ ഈ മഹത്വത്തിൻ്റെയോ മറ്റുള്ള മർജോമലയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോലും കാര്യമില്ല. കാരണം എപ്പോഴും നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത് ഇറ്റ് ഇസ് ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. അപ്പോൾ ശിഷ്യന്മാർ ഈ പറയുന്ന പത്രോസും, നമ്മൾ ആലോചിക്കുക, യാക്കോബും യോഹന്നാനും, അവർ പോലും പ്രസംഗിച്ചപ്പോഴെല്ലാം പ്രസംഗിച്ചത് ക്രോസാ. അതെ, അവർ പോലും ചാടിക്കേറി പറയുന്നില്ല എന്താ ഞങ്ങൾ അത് കണ്ടു ഇത് കണ്ടു. പറഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ പത്രോസ് ഈ വിവരങ്ങൾ മർക്കോസിനോട് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ മർക്കോസ് ഈ കാര്യങ്ങൾ ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കാം. പറയരുതെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ എംഫസിസ് എന്ന് പറയുന്നത് എപ്പോഴും ക്രൂശായിരിക്കണം. യേശുവിൻ്റെ മരണവും ഉയിർപ്പും അതാണ് ശരിക്കും മഹത്വപൂർണമായ കാര്യം. അതിൻ്റെ മഹത്വം അത് ആണ് മഹാത്മ്യമായിട്ട് നമ്മൾ അറിയേണ്ടത്, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളല്ല എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുമ്പോൾ, ഈ മലയിൽ നിന്ന് കർത്താവും 3 ശിഷ്യന്മാരും കൂടെ ഇറങ്ങി താഴ്വരയിൽ വരുമ്പോഴാണ്, താഴ്വരയിൽ ഒരു വലിയ പ്രതികൂല സാഹചര്യം അവർ നേരിടുന്നത്. ഭൂതം ബാധിച്ച ഒരു മകനെയും കൊണ്ട് അപ്പൻ ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വരുന്നു. പക്ഷെ അവർക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതെ വരുന്നു. ആ സാഹചര്യത്തിൽ കർത്താവ് ആ യൗവനക്കാലിൽ നിന്ന് ആ ഭൂതത്തെ ശാസിച്ച് അവനെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചേർന്ന് ചിന്തിക്കാം. ഈ മറുരൂപമലയുടെ അനുഭവങ്ങൾ പോലെ ആത്മീക അനുഭവങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.
അപ്പോൾ തന്നെ ഈ അനുഭവങ്ങൾ ഉള്ള നമ്മൾ താഴ്വരയിലെ പ്രശ്നങ്ങളൂടെ കൈകാര്യം ചെയ്യുന്ന മിഷൻസ് മറക്കാത്ത അനുഭവങ്ങളും ആയി തീരുവാനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കും.